ഹലോ എവരി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊരു നൈറ്റ് വീഡിയോ ആട്ടോ, ഒരു കുഞ്ഞ് നൈറ്റ് വീഡിയോ ആണ്. രാത്രി ഫുഡ് കഴിക്കാനായിട്ട് നമുക്കൊന്ന് മീൻ ഫ്രൈ ചെയ്യുക. ഫസ്റ്റ് ഈവനിങ് മസാല പുരട്ടി വെച്ചതാണ് ഉമ്മ. അപ്പം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ഡ്യൂട്ടിയാണ് എന്നുള്ളത്. ഈ മീൻ ഫ്രൈ ചെയ്തത് കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇവിടുത്തെ കുട്ടിക്കുറുമ്പിയും എൻ്റെ മോള്. അപ്പോൾ അവൾക്കിത് കഴിക്കാനല്ല, ഒന്ന് കാണാൻ വേണ്ടിയുള്ള ക്യൂരിയോസിറ്റിയിലാണ് ആൾ. അപ്പം നമുക്ക് വേഗം മീൻ ഫ്രൈ ചെയ്തിട്ട് അവൾക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാം. മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്, ഇനി നമുക്ക് കൊണ്ടുപോയി അത് കാണിച്ചു കൊടുക്കുക. അവൾക്ക് സമാധാനമാവട്ടെ, എന്നാലും എനിക്ക് ബാക്കി പണികൾ ചെയ്യാൻ പറ്റൂ. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ക്രിയേറ്റിവിറ്റിയിലുള്ള ഒരു ഡിഷാണ്. ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു ഡിഷാണ്. മീൻ പൊരിച്ച ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക. ആ ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ്. നമുക്ക് നമ്മളെ പണികളൊക്കെ വേഗം വേഗം കഴിക്കാൻ നോക്കാം. അവിടെ ഒരാൾ ചോറ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് നമ്മ പറഞ്ഞേ. നമുക്കിതിലേക്ക് കുറച്ച് പെപ്പർ ആഡ് ചെയ്യാം കേട്ടോ. പെപ്പർ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഡിഷ് റെഡിയായി. ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറ്, പരിപ്പ് കറി, ഫിഷ് ഫ്രൈ, ഉള്ളിക്കറി, മാങ്ങ പയറുപ്പേരി എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്ക് ഫുഡ് കഴിച്ചാൽ മതി. ഇനി ഫുഡ് കഴിക്കാം കേട്ടോ. നമുക്ക് ഫുഡ് കഴിക്കാത്തവർ എല്ലാവരും പോയിട്ട് ഫുഡ് കഴിച്ചോ. ഈ കരച്ചിൽ ഫുഡ് കഴിക്കാൻ പറഞ്ഞതിനുള്ള കരച്ചിലാണ്. ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. വേറെ ഒരു കാര്യത്തിലും പ്രശ്നമല്ല, പക്ഷെ ഫുഡ് കഴിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. അങ്ങനെ ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിപ്പിച്ചിട്ട് ഇനി ഞങ്ങൾ കുറച്ചു നേരം പഠിക്കാൻ പോവുകയാണ്. രാവിലെ മോർണിംഗ് തൊട്ട് നൈറ്റ് വരെ ഞങ്ങൾക്ക് ബുക്ക് നല്ല നിർബന്ധം. മോളൂസേ ഒന്ന് ജനുവരി ഒന്ന് ചൊല്ലിക്ക. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. വെരി ഗുഡ്, ഗുഡ് ഗേൾ ട്ടാ. അങ്ങനെ ജനുവരി ഫെബ്രുവരി ഒക്കെ കഴിഞ്ഞതിന് ശേഷം മോൾ ഉറങ്ങിയിട്ടുണ്ട്. നല്ല ഉറക്കത്തില്ല. മോൾ ഉറങ്ങിയാലേ എനിക്ക് ബാക്കി പണികളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മോൾ ഉറങ്ങട്ടെ. എനിക്ക് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കാണ്ട്, കുറച്ച് ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കാണ്ട്. അപ്പോൾ മോൾ ഉറങ്ങിയാൽ മാത്രമേ എനിക്ക് അതൊക്കെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മോൾ ഉറങ്ങട്ടെ, നമുക്ക് നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കാം. ഞാൻ 3 ടൈമിലാണ് എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. ഒന്നെങ്കിൽ രാവിലെ മോൾ എണീക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ മോൾ ഉച്ചയ്ക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ, പിന്നെ അല്ലെങ്കിൽ രാത്രി മോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ. ഈ 3 ടൈമിൽ മാത്രമേ എനിക്ക് എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മളെ ബുക്കും കാര്യങ്ങളും പേപ്പേഴ്സൊക്കെ അവൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. പിന്നെ ഭയങ്കര കരച്ചിലായി, അങ്ങനത്തെയൊക്കെ പ്രശ്നമായതുകൊണ്ട് അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഈ 3 ടൈമിൽ മാത്രമേ ഞാൻ എൻ്റെ വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് ആക്കുള്ളൂ. അങ്ങനെ ഓൾമോസ്റ്റ് ഫ്ലാഷ് കാർഡൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ചും കൂടി ചെയ്യാണ്ട്. ഇതാട്ടോ ഞാൻ ചെയ്ത ഫ്ലാഷ് കാർഡ്. എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഫ്ലാഷ് കാർഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അതാ മോളവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉറങ്ങാൻ ടൈം 10:30 ആയി. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, സീ യു.